ഇന്ത്യയുമായി കൊമ്പ് കോർക്കാൻ തയ്യാറായി നിൽക്കുന്ന പാകിസ്ഥാന് അവരുടെ ആയുധപ്പുരയിൽ വേണ്ടത്ര ആയുധങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനിയിപ്പോൾ ടൺ കണക്കിന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാമെന്ന് കരുതിയാൽ തന്നെ അതിനുള്ള സാമ്പത്തികവുമില്ല. ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ തന്നെ 96 മണിക്കൂർ ഉയർന്ന തീവ്രതയുള്ള പോരാട്ടത്തിനാവശ്യമായ പീരങ്കി വെടിക്കോപ്പുകൾ മാത്രമാണ് നിലവിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ളത്. അത് കഴിഞ്ഞാൽ ആയുധപ്പുര കാലി. മെയ് 2 നടന്ന സ്പെഷ്യൽ കോർപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ സൈന്യം പീരങ്കി വെടിക്കോപ്പുകളുടെ കടുത്ത ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹ്രസ്വകാല സംഘർഷം പോലും നിലനിർത്താനുള്ള അവരുടെ കഴിവിനെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ന്യൂഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് വാർത്താ ഏജൻസിയായ ANAയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 96 മണിക്കൂർ ഉയർന്ന തീവ്രതയുള്ള പോരാട്ടത്തിന് ആവശ്യമായ പീരങ്കി വെടിക്കോപ്പുകൾ നിലവിൽ പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. പക്ഷേ അതുവരെയും പാകിസ്ഥാൻ പോകുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അതിനെയൊക്കെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്.